കുറ്റ്യാടിയിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ വ്യക്തമാക്കി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ ചേർന്നു. സുനിൽ, എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ? അരിംസ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും തീരുമാനമായി വന്നിരിക്കുന്നത് ഒന്ന്, സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെട്ട സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡുകളുടെ നിയമനം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ഭേദഗതി ബില്ലിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ ബില്ലിന് അംഗീകാരം നൽകിയത്. നേരത്തെ ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിടും എന്നുള്ള തരത്തിലേക്കാണ് സർക്കാർ നിലപാട് കൈക്കൊണ്ടത്. പക്ഷേ അത് വേണ്ട, ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബില്ല് തന്നെ ഭേദഗതി ചെയ്ത് അവതരിപ്പിച്ചാൽ മതിയാകും എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു കഴിഞ്ഞ LDF യോഗത്തിൽ. ആ ഒരു ധാരണ അനുസരിച്ച് തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പച്ചക്കറി വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടും കാർഷിക മേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് ഹരിത പദ്ധതിക്കും അംഗീകാരം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിനകത്ത് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമായി വന്നിട്ടുള്ളത്, കുറ്റ്യാടിയിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനായി, ധനസഹായം നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് 4 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റ് 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റിയുമാണ് നൽകുന്നത്. അങ്ങനെ 8 ലക്ഷം രൂപയാണ് ഇവരുടെ കുടുംബത്തിന് നൽകാനായി തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിൻ്റെ മറ്റ് തീരുമാനങ്ങൾ സംബന്ധിച്ച് വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തി തീരുമാനങ്ങൾ വിശദീകരിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. ശരി സുനിൽ അരുമാനൂരാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്. സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് അംഗീകാരം, ഒപ്പം കുറ്റ്യാടിയിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചു.